അപ്പോൾ നമ്മൾ ഗോവയിൽ നമ്മുടെ ചർച്ചൊക്കെ കണ്ടിട്ട് വന്നിപ്പോൾ കലാങ്കോട്ട് ബീച്ചിലാണ് വന്നേക്കുന്നത്. കലയങ്കാറ്റ്. അപ്പോൾ ഒരു 1/2 കിലോമീറ്റർ മുമ്പിൽ നമ്മൾ പാർക്ക് ചെയ്തു വണ്ടിയൊക്കെ. അല്ലെങ്കിൽ ബീച്ചിനടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പാർക്ക് ചെയ്യൽ നടക്കില്ല. ഹായ് ബൈ. ഹലോ, I am parking man. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, പാർക്കിംഗ്. ഈ ബ്ലോഗ് എടുക്കുന്നുണ്ടപ്പോൾ എല്ലാവരും ഓടിക്കൂടി വന്നു. നല്ല സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട് ബീച്ചിലേക്ക്. ഹായ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്നവരെല്ലാം നമ്മളെ വിളിച്ച് ഹായ് കാണിക്കുന്നു. കണ്ടോ? ഓഹോ, അവിടെ അങ്ങോട്ട് കടന്നാൽ ഇതെവിടെ നോക്കി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഫോറിനേഴ്സിന് പിടിക്കാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് പോയി നോക്കാം. ഉണ്ടോ നല്ല വെറൈറ്റി ഫോറിൻ ഡ്രസ്സുകൾ. 2x2 നല്ല ഉണ്ടോ? എന്താ കക്കയിലൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഡ്രസ്സുകൾ, പാർക്കുകൾ. നമ്മുടെ അജിമോൻ ചേട്ടനൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടുന്ന് തൊപ്പികളും ഇതൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുന്ന കാണാം. ടാറ്റൂനായിന് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളത്. ഓഹോ, ഇതോ വെറൈറ്റി ഡ്രസ്സുകളുണ്ടല്ലോ ഇഷ്ടം പോലെ. 100 രൂപ 120 രൂപ ഉള്ള ഡ്രസ്സുകൾ, കണ്ണാടികൾ, കൂളിംഗ് ഗ്ലാസ്, വൈൻ ഷോപ്പ്. അവിടെ എല്ലാം പ്രീമിയം ആയിട്ട് 100 രൂപ തൊട്ട് തോന്നുന്നു. വൈൻ ഷോപ്പ്. ഡ്രസ്സൊക്കെ 150, 100 ഈ റേഞ്ച്. ഓക്കെ ഓക്കെ. ഇവിടെ അത് നമുക്ക് 2 വീലർ റെൻറ്റിന് പോകുന്നതല്ലേ? ഓ, റെൻറ്റിന് പോണേ. ഇവിടെ ബീച്ച് വന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട് അവിടെ വണ്ടിയൊക്കെ റെൻറ്റിന് കിട്ടുന്നു. ഇതാണ് കശുവണ്ടി കാഷ്നട്ടിൻ്റെ ഒരു ഷോപ്പ്. ഇതെല്ലാം ബദാം, കാഷ്നട്ട് എല്ലാം ഉണ്ട്. ലേഡീസ് ബാഗുകൾ ഇതെല്ലാം വിലക്കുറവാണ്. ഓനോ ഓ, ടാറ്റുക്കാരാണ് കൂടുതൽ ഇവിടെ വിളിക്കുന്നത്. ടാറ്റു ആണോ നോക്കിയാൽ വിശാലമായ ഷോറൂമാണ് ഡ്രസ്സുകളുടെയൊക്കെ. ഇതെല്ലാം ഫോറിനേഴ്സിന് ഉപയോഗിക്കുന്ന ഡ്രസ്സ് പോലെ തന്നെ ഇഷ്ടംപോലെ ടാറ്റു ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിയാലെന്നല്ലേ ബാറുകൾ, വൈൻ ഷോപ്പുകൾ അടുത്തടുത്തടുത്ത് തന്നെയല്ല. ഇനി വെറൈറ്റി എന്ന് പറയാം. ഇത് തന്നെ ഡ്രസ്സ് തന്നെ മെയിൻ. ചെരുപ്പ് കടകൾ, ഇതൊക്കെ ടാക്സി. മഞ്ഞ കളറിൽ പോകുന്ന സ്കൂട്ടിയുണ്ടോ? അതൊക്കെ ടാക്സികളാണ് ഇവിടുത്തെ. ഇവിടെ അതെ ടിൻ ബിയറുകൾ, വൈൻ ഷോപ്പുകളിലെല്ലാം അവൈലബിളാണ്. ടിൻ ബിയർ എല്ലാം ഉണ്ട്. ഈ സൈഡിലേക്ക് ബാഗുകളുടെ ഒരു കളക്ഷൻ തന്നെ വെറൈറ്റി. പിന്നെ വീടുകളിലും വണ്ടിയിലൊക്കെ ഉപയോഗിക്കുന്ന കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. കണ്ടോ, കാഷ്നട്ടിൻ്റെ ഒക്കെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ. എല്ലാം ചീപ്പ് റേറ്റ് ആണെന്ന് തോന്നുന്നു. അതൊക്കെ ഞാൻ കയറി നോക്കുന്നില്ല. ഇതൊക്കെ ടാക്സിയാണ് ഈ ചുമല കുട്ടി കാര്യങ്ങൾ. വുഡിൽ തീർത്തിരിക്കുന്ന ആർട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ഓരോരോ രൂപങ്ങൾ. ആന, ശിവൻ. ലേഡീസ് ബാഗുകൾ. ഒരു മാർക്കറ്റിൻ്റെ ഒരു വിശാലമായ മാർക്കറ്റാണ്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ബീച്ചിലോട്ട് എത്താറായി.
ബൈ. ചില 290 രൂപ ജീൻസിൻ്റെ പാൻറ്റുകളും ഇതിനകത്തുണ്ട്. ഡമക്സയില്ല, അതായത് 20-30 രൂപയ്ക്കൊക്കെ അതേ തൊപ്പിയും ചെരുപ്പുകളും അതെല്ലാം ഇവിടെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഈ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ബീച്ചിന് തൊട്ടടുത്തെത്തി. ഇവിടെയുള്ള ഓരോരോ കാഴ്ചകൾ എല്ലായിടത്തും ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ. ഇതുകൊണ്ടാവും ഏറ്റവും നമുക്ക് ഇവിടുന്ന് ഓരോരോ ഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഹായ്. അവിടെ ഒരു മൊബൈൽ ട്രൈപോഡുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇവിടെ എല്ലാം ഉണ്ട്. കൂളിംഗ് ഗ്ലാസിൻ്റെ ഒരു കളക്ഷൻ. ടൗൺ വെഹിക്കിൾ. അപ്പോൾ ഗോവയുടെ ഒരു വന്നു കഴിഞ്ഞതിന് ശേഷം ഒന്ന് പണിത്തിരക്ക് ഓരോന്നാണ്ട് ഇന്നാണൊന്ന് പുറത്തിട്ടിറങ്ങി. രാവിലെ നമ്മൾ അവിടെ പള്ളിയിലൊക്കെ പോയി ഇപ്പോൾ തിരികെ വരുന്ന ഇന്നും കൊണ്ട് ഇവിടുന്ന് റിട്ടേൺ നാട്ടിലേക്കാണ്. അപ്പോൾ ബീച്ച് കാണാനൊക്കെ ഇറങ്ങിയാണ്. ടാറ്റു കേന്ദ്രങ്ങളാണ് എനിക്കിവിടെ കൂടുതലും പോകുന്നത്. പിന്നെ വൈൻ ഷോപ്പുകൾ, ഇവിടെ ചീപ്പ് റേറ്റിലുള്ള ബനിയൻസ് ഡ്രസ്സുകളെല്ലാം ഇവിടെ കാണാം. 100 രൂപ, 150 രൂപ ഇങ്ങനെയാണെല്ലാം. നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്തി. കലാങ്കോട്ട് വില്ലേജ് പഞ്ചായത്തിൻ്റെ നമ്മുടെ ഇവിടുത്തെ ബീച്ചിലേക്ക് നമ്മളെത്തി. ഫോറിനേഴ്സും നോർത്ത് ഇന്ത്യൻസൊക്കെ നിറയെ പേര് ഇവിടെ ഉണ്ട്. നമ്മൾ തന്നെ ബീച്ച് കണ്ടു തുടങ്ങി. എൻട്രൻസിൽ മലയാളി. യെസ്, ഐ ആം ഫ്രം മലയാളം. കേരള. ഇടുക്കി സെയിം ടു ഇടുക്കിയിലാണോ? ഇടുക്കി തൊടുപുഴ. ഓക്കെ, കാണാൻ സാധിച്ചില്ല. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? സൂപ്പർ. ഓക്കെ. ഒരു മലയാളിയെ കണ്ടു അതിൻ്റെ സന്തോഷം. ഗോവ പോലീസിൻ്റെ ഒരു ഹെൽപ്പ് ലൈൻ സെൻ്ററൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വേണ്ട ഇവിടെ അകത്തോട്ട് ചെല്ലുമ്പോൾ നോക്കാം എന്തൊക്കെയാണ്. പിന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ അതെ ഇവിടെ കിട്ടും. സൗബായ് വളരെ നാളത്തെ ഒരു ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീച്ച് തുടങ്ങി. ആ കാണുന്ന ഭാഗമാണ് നമ്മുടെ ബീച്ച് തുടങ്ങുന്നത്. ബോട്ടിങ്ങിനൊക്കെ പോകണമെന്നുണ്ട്. അങ്ങനെ നോക്കട്ടെ. അടിപൊളി. സ്വീറ്റ്സിനൊക്കെ 200 രൂപയാണ് 5 ബോക്സിന്. നോ താങ്ക് യു. ഗോവ ബീച്ചിലേക്ക് നമ്മൾ ഒരു ബീച്ചിലാണ് വന്നിരിക്കുന്നത്, കലാങ്കോട്ട്. ഏറ്റവും നല്ല ബീച്ച് ഇതാണെന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയത്. അതുകൊണ്ട് ഇങ്ങോട്ട് നേരെ പോകുന്നു.
അങ്ങനെ ബീച്ച് കണ്ടു തുടങ്ങി. അടിപൊളി, നല്ല ക്ലീൻ ബീച്ച്. അങ്ങനെ വളരെ നാളത്തെ ഒരു ആഗ്രഹം സാധിച്ചെന്ന് കിട്ടി. നോർത്ത് ഇന്ത്യൻസും എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ കണ്ടോ വേസ്റ്റൊക്കെ പറക്കി അന്നേരം മാറ്റാൻ ഇവിടെ ആളുകളുണ്ട്. അന്നേരമൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ബൈ ഇവിടെ ഓ എന്താ ആളൊക്കെ നല്ല സൂപ്പറുമുള്ള നല്ല മിനുസുണ്ട്. ഓ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആളുകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നോക്കിയേ. ഹായ് പ്ലീസ്. ഹായ്. ഓക്കെ ഓക്കെ. ഓ സൂപ്പർ അടിപൊളി സ്ഥലം. ഗോവയുടെ ഒരു സൗന്ദര്യം ഇവിടെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ദാണ്ടി കടപ്പുറത്ത് പോയപ്പോൾ നമുക്ക് സമയം കിട്ടിയില്ല. അത് വലിയൊരു പ്രശ്നമായിരുന്നു. ആ ഒരു വിഷമം ഇപ്പോൾ അങ്ങ് മാർക്കറ്റ്. ഹായ്. ഇവിടെ റെസ്ക്യൂ ഗാർഡൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോയി ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓ ഇത് നീണ്ടു തുറന്നങ്ങ് കിടക്കുമോ. നല്ല തിരക്കുള്ളൊരു ബോട്ട്. ഹൗ മച്ച്? 400. ഹൗ മച്ച് ടൈം? टाइम नहीं और राउंड एक राउंड. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു റൗണ്ട് വയ്ക്കുന്നതിന് 400 രൂപ തന്നെ പറഞ്ഞു. നമ്മളതിനും പോകുന്നില്ല, നോക്കാം. വെയിറ്റിംഗ് 3 പീപ്പിൾ. അത് വില വെച്ച് 300 ആക്കി. അപ്പോൾ ഇവിടെ ഒന്ന് പേശിക്കഴിഞ്ഞാൽ നമുക്ക് ന്യായമായ രീതിയിൽ നൈ ബൈ ബ്ലോക്ക്. ഓക്കെ. ഹൗ മച്ച്? 300. ഓക്കെ 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 ഓക്കെ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വ്ളോഗ് ഞാനിപ്പോൾ ഇവിടെ സംസാരം നിർത്തുകയാണ്. ഞാൻ കുറേ വിഷ്വൽസൊക്കെ വലിയ ക്യാമറയിൽ മെയിൻ ക്യാമറയിൽ എടുത്ത് കാണിച്ചു തരാം. സോ ഓക്കെ.